Okay. Page number 203. Second paragraph. Sometimes small channels are dug to take water from the rivers to the fields. These are called canals. Canal irrigation is popular in the northern plains, in central India and in the coastal areas. എന്താ കനാൽ എന്ന് പറഞ്ഞാല് നോക്ക് സംടൈംസ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സ്മോൾ ചാനൽസ് ആർ ഡഗ്ഡ് ടു ടേക്ക് വാട്ടർ ഫ്രം റിവേഴ്സ് ടു ദ ഫീൽഡ്സ് അതായത് നദികളിൽ നിന്ന് പാടത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചാനൽസ് കുഴിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചാനൽസിന് പറയുന്ന പേരാണെന്ത് കനാൽസ്. ഓക്കെ. സംടൈംസ് സ്മോൾ ചാനൽസ് ആർ ഡഗ്ഡ് ടു ടേക്ക് വാട്ടർ ഫ്രം ദ റിവേഴ്സ് ടു ദ ഫീൽഡ്സ് അതായത് നദികളിൽ നിന്ന് പാടത്തേക്ക് അല്ലെങ്കിൽ കൃഷിസ്ഥലത്തേക്ക് ആവശ്യമായ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ കുഴിക്കുന്ന ചെറിയ ചാനൽസിനെയാണ് നമ്മൾ എന്ത് പറയാ കനാൽ എന്ന് പറയാ. These are called canals. Canal irrigation is popular in northern plains, in central India and in coastal areas. അതായത് കനാൽ ഇറിഗേഷൻ നോർത്തേൺ പ്ലെയിൻസിലും സെൻട്രൽ ഇന്ത്യയിലും കോസ്റ്റൽ ഏരിയാസിലും തീരപ്രദേശങ്ങളിലും സെൻട്രൽ ഇന്ത്യയിലും നോർത്തേൺ പ്ലെയിൻസിലും കനാൽ ഇറിഗേഷൻ വളരെ പോപ്പുലർ ആണ്. അപ്പൊ എന്താ കനാൽ എന്ന് പറഞ്ഞാല് സംടൈംസ് വി ഡിഗ് സ്മോൾ ചാനൽസ് അല്ലെ സ്മോൾ ചാനൽസ് ആർ ഡഗ് ടു ടേക്ക് വാട്ടർ ഫ്രം ദ വാട്ടർ ഫ്രം ദ റിവേഴ്സ് നദികളിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ആവശ്യമായ വെള്ളം എടുക്കാൻ വേണ്ടി നദികളിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ കുഴിക്കുന്ന ചെറിയ ചാനൽസിന് പറയുന്ന പേരാണ് കനാൽ. ഈ കനാൽ ഈസ് വെരി പോപ്പുലർ ഇൻ നോർത്തേൺ പ്ലെയിൻസ് സെൻട്രൽ ഇന്ത്യ ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. ഓക്കെ. Then next paragraph. In the plateau region, the ground is hard. Thus, it is difficult to dig wells. During the rainy season, water gets collected in hollows in the ground. These are called tanks. The water collected in tanks is used to irrigate fields during the dry season. Tank irrigation is mostly practiced in South India. Already we studied canal irrigation is very popular in northern plains, central India and coastal areas. But this tank irrigation is mostly practiced in South India. ഈ പറഞ്ഞതുപോലെ നമ്മൾ കനാൽ ഇറിഗേഷൻ നോർത്തേൺ പ്ലെയിൻസിലും സെൻട്രൽ ഇന്ത്യയിലും കോസ്റ്റൽ തീരപ്രദേശങ്ങളിലൊക്കെയാണ് വളരെ പ്രശസ്തമായത്. പക്ഷേ നമ്മുടെ ഈ ടാങ്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത് ടാങ്ക് ഉപയോഗിച്ച് നമ്മൾ ഇറിഗേഷൻ നടത്തുന്നത് മെയിൻ ആയും എവിടെയാണ് സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ. ടാങ്ക് ഇറിഗേഷൻ ഈസ് വെരി പോപ്പുലർ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പൊ എന്താണ് ടാങ്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക. ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ ഗ്രൗണ്ട് ഈസ് ഹാർഡ്. പ്ലാറ്റ്യൂ ഏരിയയിൽ പ്ലാറ്റ്യൂ റീജിയനിലെ ഗ്രൗണ്ട് വളരെ ഹാർഡ് ആയിരിക്കും. Thus it is difficult to dig wells. ഇങ്ങനെ ഗ്രൗണ്ടിന് ഹാർഡ് ഉള്ള സ്ഥലത്ത് കിണർ കുഴിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഗ് വെൽസ് ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ ബിക്കോസ് പ്ലാറ്റ്യൂ ഈസ് വെരി ഹാർഡ്. ഓക്കെ. ഇൻ ദ പ്ലാറ്റ്യൂ ground is very hard, so we cannot dig wells in this region. Okay. appo nammal endu cheyum during the rainy season water gets collected in hollows in the ground. deyum mazhakalangalil mazha peyyuna samayangalil nammal endu cheyum vellam hollows il ground ilulla hollows il collect cheyum. These are called tanks. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ tanks എന്ന് പറയാ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിക്കാൻ ഗ്രൗണ്ടിൽ മെയ്ക്ക് ചെയ്യുന്ന ഹോളോസിന് പറയുന്ന പേരാണ് എന്ത് ടാങ്ക്സ്. The water collected in tanks is used to irrigate the fields during the dry season. ഇങ്ങനെ മഴ പെയ്യുമ്പോ ടാങ്ക്സിൽ കളക്ട് ചെയ്യുന്ന വെള്ളം നമ്മൾ എന്തിനു യൂസ് ചെയ്യും ഡ്രൈ സീസൺ ആവുമ്പോ വേനൽക്കാലം അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത ടൈം ആവുമ്പോ നമ്മള് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ എന്താ ടാങ്ക് എന്ന് പറഞ്ഞാല് പ്ലാറ്റ്യൂ റീജിയൻ. In the plateau region ground is very hard, so we cannot dig wells. Then we collect rainwater in the hollows in the ground. These hollows are known as tanks. During the dry season we use this water in the hollows and irrigate the fields. Okay. മനസ്സിലായില്ലേ? അങ്ങനെ വേനൽക്കാലം വരുമ്പോൾ ഡ്രൈ സീസൺ ആകുമ്പോൾ നമ്മൾ ഈ ഹോളോസിൽ ടാങ്കിൽ കളക്ട് ചെയ്ത വെള്ളം ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ടാങ്കിലുള്ള വെള്ളം ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ ടാങ്ക് ഇറിഗേഷൻ എന്ന് പറയാം. അപ്പം ടാങ്ക് ഇറിഗേഷൻ ഈസ് മോസ്റ്റ്ലി പ്രാക്ടീസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലാണ് കൂടുതൽ എന്ത് ഉപയോഗിക്കുക ടാങ്ക് ഇറിഗേഷൻ കണ്ടുവരുന്നത്. ഓക്കെ മക്കളെ.
മനസ്സിലായോ? Next paragraph. Another way of supplying water is to build dams across rivers. A dam is a huge strong wall built to hold water. Water is stored in an artificial lake formed behind the dam. Canals are dug to take the stored water to the fields. Dam കണ്ടിട്ടുണ്ടോ? Did you see the dam? Anybody? No. കണ്ടിട്ടുണ്ടോ? കൃപ ഇല്ല. സൂര്യദേവ്, ക്രിസ്റ്റി ഇല്ല. ഇപ്പൊ എന്താ ഡാം എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മൾ അതുപോലെ സപ്ലൈ വാട്ടർ സപ്ലൈ നടത്തുന്ന അനദർ വേ ഓഫ് സപ്ലൈയിങ് വാട്ടർ ഈസ് ടു ബിൽഡ് ഡാംസ്. അപ്പൊ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വഴിയാണ് ഇത് ഡാം നിർമ്മിക്കുക. ഡാം ഉപയോഗിച്ച് വാട്ടർ ഇറിഗേഷൻ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് വാട്ടർ നടത്തുക. ഇനി ദിസ് അനദർ വേ ഓഫ് സപ്ലൈയിങ് വാട്ടർ ഈസ് ടു ബിൽഡ് ഡാംസ് അക്രോസ് റിവേഴ്സ്. എന്താ ചെയ്യാ നമ്മള്? ഡാം നിർമ്മിക്കും. ഏതിലൂടെ? അക്രോസ് റിവേഴ്സ്, നദികൾക്കിടയിലൂടെ നമ്മൾ ഡാം നിർമ്മിക്കും. എ ഡാം എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. എ ഡാം ഈസ് എ ഹ്യൂജ് സ്ട്രോങ് വാൾ ബിൽറ്റ് ടു ഹോൾഡ് വാട്ടർ. ഡാം എന്ന് പറഞ്ഞാല് ഹ്യൂജ് സ്ട്രോങ് വാൾ, നല്ല ശക്തമായ നല്ല സ്ട്രോങ് ആയ ഭിത്തി നിർമ്മിക്കുന്ന, അല്ലെ, വെള്ളം ശേഖരിക്കാൻ വേണ്ടി സ്ട്രോങ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇത് നമ്മുടെ ഡാം എന്ന് പറയുന്നത്. കണ്ടോ? ക്യാൻ യു സീ ദ പിക്ചർ? ഡാം കണ്ടോ? പേജ് നമ്പർ 204. The Sardar Sarovar Dam is built on river Narmada. നർമ്മദ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള സരോവർ ഡാം കണ്ടോ? കണ്ടില്ലേ? അതിന്റെ നമുക്ക് സ്ട്രോങ് വാൾ ബിൽറ്റ് ടു ഹോൾഡ് വാട്ടർ. അപ്പം വെള്ളം ശേഖരിക്കാൻ വേണ്ടി നല്ല സ്ട്രോങ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഭിത്തിയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡാം എന്ന് പറയാം. Water is stored in an artificial lake formed behind the river. Canals are dug to take this stored water to the fields. ഇങ്ങനെ കനാലുകളിൽ നിർമ്മിച്ചിട്ടുള്ള വെള്ളം നമ്മൾ എന്തിനു ഉപയോഗിക്കും? വാട്ടർ ഇറിഗേഷന് വേണ്ടി, അല്ലെ, ഫീൽഡ് ഇറിഗേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മക്കളെ നോക്ക്, നമ്മുടെ ഡാമില് വെള്ളം ശേഖരിക്കുമ്പോൾ അതെന്താ വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ടല്ലോ. എങ്ങനെ കറണ്ട് ഉണ്ടാവുക? ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാവുക? നമുക്കറിയാം, എപ്പോഴും നമുക്ക് ജീവിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി അതിൽ നിന്നാ ഉണ്ടാക്കുക? ആർക്കറിയാം? ഡു യു നോ? എനിബഡി? യെസ്. എന്താ ഷെഫി, എങ്ങനെ ഉണ്ടാക്കുക? ഷെഫി പറഞ്ഞേ നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്ത മോളെ. ഡാമിൽ നിന്ന്. ഡാമിൽ നിന്ന് എങ്ങനെ? അതായത് ഡാമിലെ ജലം ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുക? നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതെങ്ങനെയാന്ന് നോക്ക്. നമുക്കറിയാം, ഡാമിലുള്ള വെള്ളം വളരെ ശക്തമായാണ് താഴോട്ട് പതിക്കുക, അല്ലെ? വളരെ ഉയരത്തിലായിരിക്കും എന്തുണ്ടാവുക? ഡാം നിർമ്മിക്കുക. അപ്പൊ ഉയരത്തിൽ നിന്ന് താഴോട്ടാണ് വെള്ളം വരിക. അപ്പൊ ശക്തമായി മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം പതിക്കുമ്പോൾ ആ ഫോഴ്സ് ഓഫ് ഫോളിംഗ് വാട്ടറിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. മനസ്സിലായോ? ഡാം വളരെ ഉയരത്തിലാണ്, മാത്രമല്ല അതിന്റെ ഭിത്തി എന്ന് പറയുന്നത്, വോൾ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അപ്പം ആ സ്ട്രോങ് ഭിത്തിക്കിടയിലാണ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യാം. അപ്പൊ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുമ്പോൾ ആ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്താ പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. മിസ് വായിക്കാം, ശ്രദ്ധിക്കണേ. Dams help us in another ways as well. In a dam, water is made to fall from a great height. The force of falling water is used to generate electricity. This type of electricity is called hydroelectricity. A dam also helps in flood control and fishing. That is why dams are often called multi-purpose projects. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? വളരെ ഉയരത്തിൽ നിന്നാണ് വെള്ളം ഡാമിൽ നിന്ന് താഴേക്ക് പതിക്കുക. അപ്പൊ ആ ഫോഴ്സ് ഫോളിംഗ് ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ വെള്ളം ശക്തമായി താഴേക്ക് പതിക്കുന്നത് ആ ഒരു ഫോഴ്സിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അങ്ങനെ വെള്ളം ശക്തമായി ഡാമിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പവറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്താ പറയാ?
Say loudly, all of you. Hydroelectricity. Say loudly. Hydroelectricity. എന്താ hydroelectricity എന്ന് പറഞ്ഞാല്? എന്താ hydroelectricity എന്ന് പറഞ്ഞാല്? In a dam, water is made to fall from a great height. The force of falling water is used to generate electricity. This type of electricity is known as hydroelectricity. Okay. അപ്പോൾ ഡാമിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുമ്പോൾ ആ ശക്തിയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇനി വേറൊരു ഉപയോഗം കൊണ്ടുണ്ട് ഡാം കൊണ്ട്. എന്താന്ന് നോക്കുക. ഡാം ഓൾസോ ഹെൽപ്സ് ഇൻ ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഫിഷിംഗ്. എന്തിനു സഹായിക്കും? ഫ്ലഡ് കൺട്രോൾ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ, വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ എന്തിനു പറ്റും? ഡാമിന് കഴിയും അല്ലെ? കാരണം നല്ല മഴ പെയ്യുമ്പോൾ നല്ല ഭൂരിഭാഗം വെള്ളവും എവിടെ കളക്ട് ചെയ്യുന്നത്? ഡാമിൽ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അത് പുറത്തേക്ക് പോവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ നെയ്ബറിംഗ് ഏരിയാസിലൊക്കെ ഫ്ലഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെ? അല്ലെ? ഡാമിൽ വെള്ളം ശേഖരിക്കുന്നത് കൊണ്ട് അത്രയും വെള്ളം ഡാമിൽ കളക്ട് ചെയ്യാണ്. അത് പുറത്തേക്കാ പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതിനടുത്തുള്ള ഏരിയാസിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെ? അപ്പൊ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്ന എന്താണ്? ഡാം ആണ്. പിന്നെ ഹെൽപ്സ് ഇൻ ഫിഷിംഗ്. എന്താ ഫിഷിംഗ് പറഞ്ഞാല്? എന്താ ഫിഷിംഗ്? മത്സ്യം അല്ലെ? മത്സ്യബന്ധനത്തിനും ഏത് സഹായിക്കുന്നു? നമ്മുടെ ഡാം സഹായിക്കുന്നു. ഇനി ഇങ്ങനെ ഫിഷിങ്ങിനും ഫ്ലഡ് കൺട്രോളിനെയും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് നമ്മളൊരു പേര് പറയും. എന്ത് പറയും അറിയോ? മൾട്ടി പർപ്പസ് പ്രൊജക്ട്. എന്താ പറയാ? മൾട്ടി പർപ്പസ് പ്രൊജക്ട്. എന്തുകൊണ്ടാ ഡാമിനെ മൾട്ടി പർപ്പസ് പ്രൊജക്ട് എന്ന് പറയുന്നത്? ഡാം helps in flood control and fishing. I say once more, a dam also helps in flood control and fishing. That is why dams are known as multi-purpose projects. Okay. അതായത് വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുവാനും ഫിഷിങ്ങിനും ഡാം സഹായിക്കുന്നു. അതുകൊണ്ട് ഡാമിനെ നമ്മൾ മറ്റൊരു പേര് പറയും മൾട്ടി പർപ്പസ് projects. എന്താ പറയാ? മൾട്ടി പർപ്പസ് പ്രൊജക്ട്സ്. ഓക്കെ. ലാസ്റ്റ് പാരഗ്രാഫ്. We need clean water for drinking and cooking food. In towns and cities, water is supplied to houses through taps. In villages, people get water either from a well or a tank. Hand pumps are also used in many villages. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എങ്ങനെയാ നമ്മൾ വെള്ളം എടുക്കുക? കുക്കിങ്ങിന് ആവശ്യമായ അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങിന് ആവശ്യമായ വെള്ളം നമ്മൾ എവിടുന്ന് എടുക്കുക? എവിടുന്ന് എടുക്കും? തോട്ടിൽ പോയി എടുക്കോ? ആണോ? അല്ല. നമ്മൾ എന്ത് ഉപയോഗിക്കാം? കിണറിൽ നിന്ന് അല്ലെ? കിണറിൽ നിന്നാണ് നമ്മൾ എപ്പോഴും കുടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ വെള്ളം കളക്ട് ചെയ്യാം. ഇനി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്, വലിയ വലിയ ടൗണുകളിലെ അല്ലെങ്കിൽ സിറ്റിയിൽ എങ്ങനെയാണെന്ന് അറിയോ വെള്ളം? സപ്ലൈഡ് ടു ഹൗസസ് ത്രൂ ടാപ്സ്. അപ്പൊ ടൗണുകളിലെ വീടുകളിലെ അല്ലെങ്കിൽ സിറ്റിയിലെ വീടുകളിലെ എങ്ങനെയാ വെള്ളം? ടാപ്പ് വഴിയാണ് സപ്ലൈ ചെയ്യുക. ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് വാട്ടർ ഈസ് സപ്ലൈഡ് ടു ഹൗസസ് ത്രൂ ടാപ്സ്. ടാപ്പ് വഴിയാണ് വെള്ളം വീടുകളിൽ എത്തിക്കുക. ഇനി ഇൻ വില്ലേജസ്, ഗ്രാമങ്ങളിലെ, നമ്മളൊക്കെ താമസിക്കുന്ന പോലുള്ള ഗ്രാമങ്ങളിലെ പീപ്പിൾ ഗെറ്റ് വാട്ടർ എയ്തർ ഫ്രം എ വെൽ ഓർ ടാങ്ക്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിലെ ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ കിണറിൽ നിന്നാണ് വെള്ളം നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? കിണറിൽ നിന്ന് വെള്ളം മോട്ടോർ ടാങ്കിലേക്ക് അടിച്ചു വെക്കും. അതിൽ നിന്നാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുക. ഹാൻഡ് പമ്പ്സ് ഓൾസോ യൂസ് ഇൻ മെനി വില്ലേജസ്. കൂടുതൽ ഗ്രാമങ്ങളിലും ഹാൻഡ് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ മിസ് ചെയ്യുന്ന എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. Sometimes small channels are dug to take water from the rivers. These are known as canals. And canal irrigation is very popular in northern plains, Central Asia and coastal areas. Next one, tank ആണ്. എന്താ ടാങ്ക് എന്ന് പറഞ്ഞാല്? In the plateau region is very hard, so we cannot dig wells in this region. During the rainy season, water gets collected in tanks, collected in hollows in the ground. These are known as tanks. Tank irrigation is very famous in South India. Okay. Then next one,
ഡാം ആണ് നമ്മൾ പറഞ്ഞത്. ഡാം എന്ന് പറഞ്ഞത് എ ഡാം ഈസ് എ ഹ്യൂജ് സ്ട്രോങ് വാൾ ബിൽറ്റ് ടു ഹോൾഡ് വാട്ടർ. പിന്നെന്താ പറഞ്ഞത് ഇതില്? ഡാമിന്റെ വേറൊരു കാര്യം എന്താ പറഞ്ഞത്? ഇൻ എ ഡാം water is made to fall from a great height. The force of falling water is used to generate electricity. This form of electricity is known as hydroelectricity. അത് ഡാമിൽ നിന്ന് വെള്ളം ഉയരത്തിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഓക്കെ. പിന്നെ ഡാമിന് മറ്റൊരു പേര് പറയും. എന്താണ്? മൾട്ടി പർപ്പസ് പ്രൊജക്ട്. എന്താ പറയാ? മൾട്ടി പർപ്പസ് പ്രൊജക്ട്. ഡാമിന് മറ്റൊരു പേരെന്താ? മൾട്ടി പർപ്പസ് പ്രൊജക്ട്. എന്താ മൾട്ടി പർപ്പസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാല്? പറ. എ ഡാം ഓൾസോ ഹെൽപ്പ് ഇൻ ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഫിഷിംഗ്. അല്ലേ? ഡാം ഹെൽപ്പ് ഇൻ flood control and fishing. That is why dams are known as multi-purpose project. Okay. Yes. Last one. In the village people collect the water for cooking and drinking. Collect from wells or tanks. In the cities, people depending upon the tap water. Alle? Yes. Any doubt? Anybody? Any doubt? No. Okay. Are you okay? മക്കളെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം മിസ്സിന് തമ്പ് തരാം. മനസ്സിലായവര് മാത്രം. Okay, good. Then, who will read the lesson loudly? Who is ready to read? Yes, Kriba Mary is ready to read. Okay, Kriba. Unmute and read. We cannot live without water. We need water for drinking, washing, cleaning, cooking, and bathing. Farmers need water to grow crops. Most of the water on earth is in the oceans and seas. However, this water is salty. It is not fit for domestic and agriculture use. The main source of fresh water is rain. Farmers depend heavily on rainwater to irrigate their fields. However, the distribution of fresh water is highly uneven on Earth. Its availability varies from region to region. And from season to season. Gets plenty. Okay, please stop there. Kriba Mary, stop there. From the monsoon. Please stop there. Next one, Aaron K. Ajit. Okay, Aaron. Unmute ചെയ്തേ മോനെ. ആരോണേ. Third paragraph. Sorry, fourth paragraph. India gets plenty of rainfall. Plenty of rainfall from the monsoons, but it is not evenly distributed. In some places, it does not rain even during the rainy season. Further, it does not rain throughout the year. We need a sufficient and timely supply of water throughout the year for growing crops. Mute ചെയ്യില്ല മോനെ. Unmute ചെയ്തേ. Possible through the development of irrigation
systems. Hmm. Rainwater falls mostly as streams and rivers. Some rainwater is collected in lakes and tanks. Some of it uh, goes under the ground. This underground water has to be brought above the ground so that it can be used for this purpose, and tanks have been built. Built. Okay. Built. B-U-I-L-T. Built എന്നാണ് ട്ടോ. Okay. Next one. Ebin Biju. In which people dig wells to bring underground water to the surface. The water is drawn with the help of a Persian. This water is used for household and irrigate fields. Many times the underground water is deep. We cannot reach it by digging a deep bro in dug and to and sung bros. Water is with the help of electric Pump. electric pump. Please stop there. Ebin, Mone, please stop there. Ebine, please stop there. Next one, Alna. Okay. Such wells are called tube wells. They are widely used for irrigation in Punjab, Haryana, Uttar Pradesh, and Gujarat. Sometimes small channels are dug to take water from the rivers to the fields. These are called canals. Canal irrigation is popular in the northern plains, in central India, and in the coastal areas. In the plateau region, the ground is hard, thus it is difficult to dig well. During the rainy season, water gets collected in hollows in the ground. These are called tanks. The water collected in tanks is used to irrigate fields during the dry season. Tank irrigation is mostly practiced in South India. Okay, Another please way stop there, of Alna. Alna, stop there. Next one, Sri Adidev. Adidev Pramod. Unmute and read. Mone. Supplying water is to build dams. Across rivers, a dam is a hung strong well built to hold water. Water is stored in an artificial lake formed behind the dam. Canals are dug to take this stored water to the fields. Dams help us in another ways as well. In a dam, water is made to fill from a great height. The spark of falling water is used to generate Generate electricity. Okay, please stop there, Mone. Next one, Sridev Krishna.
This type of electricity is called hydroelectricity. A dam also helps in flood control and fishing. That is why dams are often called multi-purpose project. We need clean water for drinking and cooking food. In towns and cities, water is supplied to house through taps. In village, people get water either from a well or a tank. Hand pumps are also used in many villages. Dam canals are dug to take this stored water to the field. The dams help us in another way as wells. Okay, then next one. Christy, ഒന്ന് വായിച്ചേ മോനെ. ക്രിസ്റ്റി സിൻഡോ അൺമ്യൂട്ട് ആൻഡ് റീഡ്. ആദ്യം മുതലേ. ക്രിസ്റ്റി സിൻഡോ. We cannot live without water. We need water from drinking, washing, cleaning, cooking, and bathing. Farmers need water to grow crops. Most of the water on earth is in the earth is in the oceans and seas. However, This water is salty. It is not fit for domestic and It is not fit for domestic and agricultural use. Domestic and agricultural use. Main Kriba, switch on your camera. source of fish water. Okay, please stop there, Mone. Mone, please stop. നന്നായി വായിക്കട്ടെ വീട്ടിന്ന്. Okay, next one. Shambil, Muhammad Shambil. Switch on your camera and unmute your phone. Yes. വായിച്ചേ മോനെ Shambil. The main surface of fresh water is rain. Farmers are healthy on rainwater to irrigate their fields. However, the dispersion of fresh water is the unheaven of earth. Its availability varies of region to region and from season to season. India gets plenty of rainfall to monsoon, but is not heavily distributed. In some places, it does not rain heavily during the rainy season. Further, it does not river throughout the year. Okay. Okay, Mone, please stop there. Please stop there.
Yes, Surya. We need a sufficient and timely supply of water throughout the year for growing crops. This is possibly through the development of irrigation schemes. Rainwater flow mostly as streams and rivers. Some rainwater is collected in lakes and tanks. Some of it goes under the ground. This underground water has to be drawn out above so that it can be used. For this purpose, well and tanks have been built. Okay. In village, Mone, please stop. Then Andros Prince. Andros Prince. Okay, Agnes. Yes, Andros unmute ചെയ്തേ മോളെ. Andros, please unmute your phone. Andros unmute ചെയ്തേ മോളെ. ആ വായിച്ചോ. in villages, people dig wells to bring underground water to the surface. ദേവാഞ്ജന, please wait there. Okay. ദേവാഞ്ജന അടുത്ത ക്ലാസ്സിൽ തരാട്ടോ, ടൈം കഴിയാനായേ. അടുത്ത ക്ലാസ്സിൽ മിസ് വായിപ്പിക്കാം. ഓക്കെ, വായിപ്പിക്കാത്ത കുട്ടികളൊക്കെ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം. അപ്പോ എന്ത് ചെയ്യണം? all of you please read the lesson and try to find the answers from the textbook. കുറെ ആൻസർ ക്വസ്റ്റ്യൻസ് കണ്ടോ? അതിന്റെ ഒക്കെ ആൻസർ കണ്ടെത്തുക. ലെസൺ കഴിഞ്ഞില്ലേ? അപ്പൊ ടിക്ക് ദ കറക്റ്റ് ആൻസർ, പിന്നെ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. You can try to find the answers from the textbook, okay, with the help of the textbook. Okay, see you in the next class. Bye bye. Okay.